ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് കളിയടക്കയാണ്. നമ്മൾ ഓണത്തിന് ചിപ്സും ശർക്കര വരട്ടിയും കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്നതാണ് കളിയടക്ക, അല്ലെങ്കിൽ ശിവിട എന്ന് പറയും. അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 കപ്പ് അരിപ്പൊടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഒരു 1.5 കപ്പ് തേങ്ങയാണ് ആവശ്യമുള്ളത്. അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളമൊന്നും ചേർക്കാതെ നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. അത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് നമ്മൾ തിളപ്പിച്ച് വെള്ളം അതേപടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പൊടിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എനിക്കൊരു 2 കപ്പോളം വെള്ളം ആവശ്യമായിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളപ്പിച്ച് വെട്ടിത്തിളച്ച വെള്ളമാണ്. അത് നന്നായിട്ട് ഒഴിച്ച് സ്പൂണ് കൊണ്ട് തന്നെ, നല്ല ചൂടായതുകൊണ്ട് ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഈ ചൂടാറുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടോടുകൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിരിപ്പോൾ മാറ്റി വെക്കാം. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ല മയത്തിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനുശേഷം ഇനിയും ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു പ്ലേറ്റ് എടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം ആ പ്ലേറ്റിൽ നന്നായിട്ട് ആ എണ്ണയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഈ ചെറിയ ബോൾസാക്കി ഇടുന്നതാണ്, ചിലപ്പം പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാനും കൊണ്ട് ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന മാവ് മൊത്തം ബോൾസാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഉരുട്ടിയെടുത്ത ബോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി ഇട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം വറക്കുന്നത് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ബോൾസാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ എടുക്കുന്ന എണ്ണയും ചീനിച്ചട്ടിയുടെയൊക്കെ അളവിനനുസരിച്ചുള്ള ബോൾസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ ഒരു 10-12 എണ്ണമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ഒരു സൈഡൊന്ന് ആകുമ്പം ചെറുതായിട്ട് നമുക്ക് ആദ്യമൊക്കെ ചെറിയ രീതിയിൽ കാരണം അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം ആദ്യം നമ്മൾ സ്പീഡിനൊക്കെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞും പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് മൂക്കുന്ന അനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടി ഇളക്കി കൊടുക്കാം. അതൊരു 3/4 ഭാഗത്തോളം നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് ഇത് ബോൾസ് എല്ലാം ഒന്ന് കോരിയെടുക്കാം. ഒറ്റയടിക്കിട്ട് ഈ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കരുത്. 2ആയിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇട്ടത് ഞാനിങ്ങനെ കോരി എടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയിരിക്കുന്ന എല്ലാ ബോൾസും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഈ എണ്ണയിലേക്ക് ബാക്കിയിരിക്കുന്ന ബോൾസും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം ഇപ്പം നമ്മൾ ആദ്യമേ വറുത്തെടുക്കുന്ന എല്ലാം ആ സമയത്തേക്ക് കുറച്ച് തണുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമേ വറുത്ത് കോരിയ ബോൾസൊക്കെ കുറച്ച് തണുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ഒരു നമ്മൾ ഈ ക്രിസ്പി ആയിട്ട് തന്നെ ഒരു ചുവന്ന കളറിലേക്ക് നമുക്ക് ആകണം. അതിനു വേണ്ടി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് ഇത് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു ശബ്ദം കേൾക്കുന്ന തരത്തിലേക്കാകും. ആ സമയത്തേക്ക് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഓണത്തിന് തയ്യാറാക്കി നോക്കാം.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്